ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റെയറാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ പോയിൻറ്സും പഠിക്കേണ്ടത് തന്നെയാണ്. 1-2 തവണ ക്ലാസ് കേൾക്കുക. പറ്റുന്നില്ലാത്തവർ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. ഇമ്പോർട്ടന്റ്, കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതായിരുന്നു? JVP കമ്മിറ്റി. 1948 ഡിസംബറിലായിരുന്നു. പിന്നെ JVP കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ചോദിച്ചിട്ടുണ്ട്. JVP കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1953 നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെ? ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു തന്നെ റീഡ് ചെയ്യണം. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കറും HN ഗുൻസ്രു. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. അതിന്റെ ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. 1953 ഒക്ടോബർ 1. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസമാണ് നിരാഹാരം അനുഷ്ഠിച്ചത്. അപ്പൊ ആരായിരുന്നു? ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചത് പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷമാണ് 1956. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ 1953. സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്ന് ചോദിച്ചാൽ 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷമാണെങ്കിൽ 1956 നവംബർ 1. ഓർത്തു വെച്ചോണം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷമാണ് 1956 നവംബർ 1. 1956 നവംബർ 1 നിലവിൽ വന്നത് എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങൾ. 1956 നവംബർ 1 നിലവിൽ വന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1956 നവംബർ 1 നിലവിൽ വന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ഇന്ത്യയിലെ 15ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. 1960. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഗോവ. 1987. ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 2000 നവംബർ 15. ജസ്റ്റ് ഓർത്തേക്കുക. ഇന്ത്യയിലെ 15ാമത്തെ സംസ്ഥാനം ഗുജറാത്ത് 1960. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഗോവ 1987. ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് 2000 നവംബർ 15. ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 2014 ജൂൺ 2. തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി. 2019 ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളായി. 2019 ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറിയത്. ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവയെ സംയോജിപ്പിച്ചു. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. എങ്ങനെയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആയിരുന്നു. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. മറ്റൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് കാണാം. താങ്ക് യു.